ഹായ്, അസ്സാം വലൈക്കും, നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ കൊച്ചു വീഡിയോ ആണ്. ഇന്ന് മാങ്ങനെ ഒന്ന് വിട്ടു പിടിച്ചിരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് മാങ്ങ കിടന്ന് കളിക്കും. ഇത് ചക്കയാണ്. നമ്മളെ വിയറ്റ്നാം സൂപ്പർ എയർലി 2-3 വർഷമായിട്ട് കുറേ വീഡിയോ ചെയ്താണ്. വീണ്ടും ആവർത്തന വിരസത ഇങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത്. നല്ല കൊതുകുണ്ട്, നല്ല മഴയായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ മുന്നേ ഞാൻ കൽക്കട്ടയിൽ പോയ സമയത്ത് നമ്മൾ ഒരു ചക്ക ലാസ്റ്റ് ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് വെച്ചിട്ട് പഴുത്തിട്ടില്ല. ഒരു കൂടുതൽ മഴ ആയപ്പോൾ പൊട്ടിച്ച് വെച്ചാണ്. അപ്പോൾ അത് മണം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുറിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ജസ്റ്റ് അതൊരു വീഡിയോ ആയിട്ട് ഇടാന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ കിളികൾ സമ്മതിക്കുന്നില്ല. ശബ്ദം ഭയങ്കര ശബ്ദമാണ്. ഒരു റംബുട്ടാൻ പഴുത്ത കണ്ടിട്ട് കരയാണ്. ഞാൻ എന്നെ കണ്ട അപ്പം കരച്ചിൽ കൊടുക്കും റംബുട്ടാൻ പൊട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ എന്തായാലും ഒരു വീട്ടിൽ ഒരു ചക്ക, ഒരു പ്ലാവ്, അതിൻ്റെ സൂപ്പർ എയർലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ പെട്ടെന്ന് കായ്ക്കുകയും പെട്ടെന്ന് പഴുക്കുകയും ചെയ്യുന്ന ചക്ക. സാധാരണ നമുക്കൊരു 120 ദിവസമൊക്കെയാണ് അതിൻ്റെ കണക്ക്. നമ്മളെ കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് മഴ പെയ്ത് വെള്ളം ഇറങ്ങി അത് ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലെത്തും. സമുദ്രനിരപ്പിൽ മലയോര മേഖലകളിലൊക്കെ കുറച്ച് നേരത്തെ ചക്ക ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് കിട്ടും. ഉയർന്ന പ്രദേശങ്ങളിൽ നമ്മൾ വെള്ളം കെട്ടിക്കണ ഭാഗത്തേക്കൊക്കെ മഴ പെയ്ത് ഒരു വിധമൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ചക്കനെ വിയറ്റ്നാം എയർലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് സീസണൊന്നുമില്ല. ത്രൂ ഔട്ട് ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഉണ്ടായ ചക്കൻ്റെ ചെറിയ വീഡിയോ അതിൻ്റെ കൂടെ കാണിച്ചു തരാം. അതിന് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ചക്കകൾ ഇപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിച്ച് പൊട്ടിക്കില്ലെങ്കിൽ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എന്നും ചക്ക തിന്നാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇടിച്ചക്ക പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നവർ, വെജിറ്റേറിയൻസിനൊക്കെ ഉപയോഗിക്കുന്നവർ, അവർക്ക് ഇടിച്ചക്ക ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ചക്കയാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി. അത് കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുന്നത് തന്നെ ഈ ഇടിച്ചക്ക വെജിറ്റബിൾ പർപ്പസിൽ കൊണ്ടുപോകാനാണ്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുന്നവർക്ക് വേഗം വരുമാനം കിട്ടുന്നത്. ഏത് മാസവും ചക്ക നമുക്ക് വിപണിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചക്കയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ പഴുത്ത് കഴിക്കുന്നവർക്ക് ഒരിക്കലും മടുക്കാത്ത ഒരു ഫ്ലേവറാണ്. പിന്നെ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളത്. ബോറോണിൻ്റെ ഡിഫിഷ്യൻസി നന്നായിട്ട് ബാധിക്കുന്ന ഇത്. കാരണം നമ്മളെ മണ്ണിൽ, ഈ നിരപ്പ് മണ്ണിൽ ബോറോണിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഡിഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ രണ്ടും പരിഹരിച്ചിട്ട് അതിന് വേണ്ട കാൽസ്യവും ബോറോണൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കറുപ്പ് ഞങ്ങളുടെ നാട്ടിൽ പറയുമ്പോൾ ചതമ്പലടിക്കുക എന്ന് പറയും. ഒരു കറുപ്പും അതിൻ്റെ ഫ്ലേവറിനൊരു കയ്പ്പരസം വരും. അപ്പോൾ ഈ 2 കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, കാൽസ്യത്തിൻ്റെയും ബോറോണിൻ്റെയും മാനേജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലാക്ക് ഒഴിവായി കിട്ടും, കരിമ്പനടി നമുക്ക് ഒഴിവായി കിട്ടും. ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ഞാൻ എന്തായാലും ചക്ക മണത്തിട്ട് അടുക്കളയിൽ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുറിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കാര്യമൊന്നും ഇപ്പോൾ ഞാൻ ഇനി പറയണില്ല. ഫ്ലേവർ പറഞ്ഞിട്ട് അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ഫ്ലേവറാണ്. വിയറ്റ്നാം സൂപ്പർ എയർലിക്ക് അതിൻ്റെതായ ഒരു ഫ്ലേവറാണ്. അല്ലാതെ വേറെ ഒരു ഫ്ലേവറും അങ്ങനെ ഇങ്ങനെ ഓടിക്കൂടെ കയറി വരണില്ല. അത് മാത്രമേ നമ്മൾ മനസ്സിലാക്കുക. ആ ചക്കക്ക് ആ ചക്കൻ്റെ ഫ്ലേവറാണ്. മധുരം ഒട്ടും മോശമില്ലാത്തൊരു ചക്കയാണ്. എന്നാലും മഴക്കാലത്താണെങ്കിലും മധുരം കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ആ ചക്കനെ കുറിച്ച് പറയാനുള്ളത്. മുറിക്കാൻ തിരക്ക് കൂട്ടുന്നുണ്ട്. കാരണം വീട്ടിൻ്റെ ഉള്ളിൽ അടുക്കളയിലാണ് അത് വെച്ചിരിക്കുന്നത്, ഇരിക്കാൻ വയ്യ. ഓക്കെ, അപ്പോൾ നമുക്കത് മുറിച്ച് നിങ്ങളൊന്ന് കാണിക്കാം. ഇവളാണ് കൊതിയെത്തി. എൻ്റെ നേല് കണ്ടാൽ കരച്ചിൽ തുടങ്ങും. തരട്ടാ വേണാ. പണ്ടാരാൻ പറഞ്ഞാൽ റസാക്കിൻ്റെ പേരത്തെ കിളികൾക്ക് നല്ല സുഖമാണ് വേറെ എല്ലാവരും. റംബുട്ടാനും മെങ്കട്ടിനും ചക്കയും മാങ്ങയും ഒക്കെ തിന്ന് ഒന്നാണ്. കൊതിയെത്തിയാണ്, കൊതിയെത്തി. തിന്നോ. തള്ളിയിട്ട് വാടാ, എന്നാ തിന്നോ.
ഇവരുതാണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മുറിക്കാൻ ചക്ക അല്ലെങ്കിൽ ഇവിടെ ചീറി പൊളിച്ചിങ്ങണ്ട് അപ്പൊ നമുക്ക് ആ ചക്കനെ നമ്മളെ വിയറ്റ്നാം സൂപ്പർ എയർലീനെ ഇങ്ങനെ മുറിക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല മണുണ്ട് ഒക്കെ. കളറായി വരണുള്ളൂ നോക്കാം. എന്നാലും പക്ഷെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇനി ഒരു മൂപ്പ് കുറവുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ചില ചക്കകൾക്ക് അങ്ങനെയാണ്. ഇതാണ് ചക്ക. എന്താ അതിൻ്റെ അതിലെ കളറ് അങ്ങനെ വരുന്നുള്ളൂ. കുറച്ച് തിരക്ക് കൂടിപ്പോയോന്ന് ഒരു സംശയം ഇല്ലായികയില്ല. കാരണം അതിൻ്റെ കളർ കണ്ടിട്ട് പിന്നെ എന്തായാലും മുറിച്ചില്ലേ. അപ്പോൾ മണം സഹനീയ മണമാണ്. എന്തായാലും നോക്കാം എങ്ങനെയുണ്ടെന്ന്. കളർ കുറവുണ്ട്, കുറച്ചൊരു കളർ കുറവുണ്ട്, കുറച്ച് പഴുപ്പിൻ്റെ കുറവാണ്. മധുരത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല കേട്ടോ. ഒരു 2-3 ഡേയ്സും കൂടെ കഴിഞ്ഞ് മുറിക്കേണ്ട ഒരു ചക്കയാണ്. നല്ല ക്രിസ്പിയാണ്. ചക്ക പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. രക്ഷയില്ല മീൻസ് ഏറ്റവും സൂപ്പർ ചക്ക എന്നൊന്നും ഞാനിത് ഒരിക്കലും പറയില്ല. ഗമ്മ് കുറവ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് മൂത്ത് കുറച്ച് കുറവുണ്ട്, പഴുപ്പും കുറച്ച് കുറവുണ്ട്. ശരിക്കും നല്ല യെല്ലോയിഷ് കളറിലേക്ക് വരും. ഒരു രക്ഷയില്ലാത്ത ചക്കയാണ് ഇത്. നോർമൽ നല്ല പഴുത്ത് കഴിഞ്ഞാൽ പഴുപ്പിൻ്റെ കുറവുണ്ട്, മൂപ്പിൻ്റെ കുറവുണ്ട്. കാരണം മഴ കാരണം ഇനി നിർത്തി കഴിഞ്ഞാൽ അറിയാലോ മഴക്കാലത്ത്. പക്ഷെ ഇത്രയും മഴ ഇപ്പോൾ നമുക്ക് 2-3 ആഴ്ചയായിട്ട് മഴ തന്നെയായിരുന്നു. വലിയൊരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. പേടിച്ച് പൊട്ടിച്ചാണ്. അപ്പം ഇതൊക്കെയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി. ഒരു വീട്ടിൽ ഒരു പ്ലാവൊക്കെ എല്ലാവർക്കും വെക്കാം. നമുക്ക് ഏത് സമയവും ചക്ക കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ. അബ്ദുറസാഖ് തിരൂർ.